ഹലോ മക്കളെ, അങ്ങനെ മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വരവായി അല്ലേ? ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ ഓർമ്മ വരുന്നത്? നല്ല കിഡിലൻ വൈനും അടിപൊളി കേക്കും ഒക്കെ അല്ലേ? വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വൈൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ? ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. 2 ബോട്ടിലേക്കും ഒരേ അളവിൽ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു ബോട്ടിൽ 1 ടേബിൾ സ്പൂൺ ഷുഗറും അടുത്ത ബോട്ടിൽ 2 ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ 2 ബോട്ടിൽ ഒരുപോലെ തന്നെ ഗ്രേപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് വാം വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കുക. ദെൻ ഇതേ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ 2 ബലൂൺ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. 2 മണിക്കൂറിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നടന്ന പ്രോസസ്സിൻ്റെ പേരാണ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. നമ്മൾ യൂസ് ചെയ്ത ഗ്രേപ്സിലെ ഷുഗറിനെയും അത് കൂടാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഷുഗറിനെയും ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസ് നേരെ എന്താക്കി മാറ്റി? ആൽക്കഹോൾ ആക്കി മാറ്റുമായിരുന്നു. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ ബലൂൺസിൽ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത്. 2 സ്ഥലത്തും ഉപയോഗിച്ച ഷുഗർ കണ്ടന്റ് ഡിഫറെന്റ് ആയിരുന്നു. അതുപോലെ കാണാം, കൂടുതൽ ഷുഗർ യൂസ് ചെയ്ത സ്ഥലത്ത് കൂടുതലായിട്ട് ബലൂൺ കുറച്ചൊന്ന് വീർത്ത് നിൽക്കുന്നുണ്ട്. ദെൻ ഇവിടെ കുറവാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് ബലൂണിന്റെ അത്രയൊരു സൈസ് നമുക്ക് വന്നിട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഈ 2 ബലൂൺസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തെന്നുള്ളത്? ഈ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ പ്രോസസ്സിലൂടെയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വൈൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്.